അങ്ങനെ നമ്മളിപ്പോൾ തലയിൽ മുണ്ടലിട്ട് പോകുന്നത് കൊണ്ടാച്ചിട്ടുണ്ടെങ്കിൽ അമ്മേൻ്റെ നാട്ടിൽ അമ്പലത്തിൽ ചോറിനാൻ പോകണം, അന്നദാനത്തിന് പോകണം. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞാനും വാവും ആദ്യം കൂടെ കുറച്ചൊരു അമ്പലത്തിൻ്റെ മുന്നേ വന്നത്. അമ്മയ്ക്കാണെങ്കിൽ എല്ലാവരോടും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കുറേ കാലത്തിന് ശേഷം അങ്ങോട്ട് വന്നുകൊണ്ട്. ഇപ്പം നമ്മൾ ഈ പോകുന്നത് അമ്മേൻ്റെ മാമാരുടെ വീട്ടിലേക്കാണ്. പോകുന്ന വഴിക്ക് എല്ലാ വീട്ടിലും കയറി വാവ് ഓരോന്ന് മോഷ്ടിക്കുന്നു. നമ്മൾ കുറേ കാലത്തിന് ശേഷം ഇങ്ങോട്ട് വന്നുകൊണ്ട് തന്നെ അമ്മേൻ്റെ എത്തല്ലോ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ നമ്മൾ പോയിട്ടുണ്ട് കേട്ടോ. ഒരു പകുതി ദിവസം കൊണ്ട് എത്ര വീട് കവർ ചെയ്യാൻ പറ്റും അത്രയും വീട് അമ്മ കവർ ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ അമ്മേൻ്റെ അനിയത്തിയും കസിൻസും ഒക്കെ. ഒരു വഴിക്കാണെങ്കിൽ കണ്ട കാട്ടിലും മേട്ടിലും കാണുന്ന പുല്ലും കായും എല്ലാം പറിച്ച് തിന്നുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനിതാ ഇവനെ കുറച്ച് ഇത് തരാന്ന് പറഞ്ഞ് ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരുന്നു. ലാസ്റ്റ് ഞാൻ കൊടുത്തിട്ടു. അങ്ങനെ ഇതാ വീണ്ടും മാങ്ങ. എവിടെ മാങ്ങ കണ്ടാലും ഇപ്പം ഇങ്ങനെ തിന്നണം എന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ് ഗൈസ്. പക്ഷേ ഇപ്പം കൂട്ടിനെ തിന്നാൻ കുറേ ചോട്ടാപ്പികളാണെന്ന് മാത്രമുള്ളൊരു മാറ്റമുള്ളൂ. അങ്ങനെ ഇത് നമ്മൾ അടുത്ത വീട്ടിലെത്തിയിരിക്കുകയാണ്. സംഭവം ഇവിടെ മൊത്തം കുന്നും മലയും കാടും ഒക്കെ ആയതുകൊണ്ട് ഇങ്ങനെ നടക്കാൻ നല്ല രസം. നമുക്ക് ഓരോ കാടും മലയൊക്കെ ആസ്വദിക്കണമെങ്കിൽ ഏതോ വ്യൂ പോയിന്റിലൊക്കെ വേണം വെച്ചാൽ ഇവർക്ക് വീടിൻ്റെ മുറ്റത്ത് ഇറങ്ങി നിന്നാൽ മതി, എല്ലാം ആസ്വദിക്കാം. പിന്നെ മഴക്കാലം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മുക്കിന് വെള്ളച്ചാട്ടം ഒരുക്കും. ഇത് ഇവിടെ അടുത്തുള്ള റിസോർട്ടാണ്. വീടിൻ്റെ അടുത്ത് റിസോർട്ടൊക്കെ ഉള്ള ടീംസാണ് വരുന്നത് ഗൈസ്. പിന്നെ ഞാനത് ഇവനെ കുറച്ച് നേരം വെറുപ്പിച്ചിട്ട് കുളിച്ച് മാറ്റി അമ്പലത്തിൽ അങ്ങ് പോയി.